അൽ ഖുദ്വത്തുൽ ഹസന. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഏറ്റവും നല്ല മാതൃകയാണ്. അത് പ്രബോധകന്മാരായ ആളുകൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതഅ്മുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. പ്രബോധനം ചെയ്യുന്നതും സ്വയം അത് അനുവർത്തിക്കുന്നതും രണ്ടും രണ്ട് ബാധ്യതയാണ്. ഇത് രണ്ടും ഒരാൾ ചെയ്യുമ്പോഴാണ് വാക്കുകൾക്ക് പ്രതിഫലനം ഉണ്ടാകുന്നത്. ബാത് ജോ ദിൽ സെ നികൽത്തി ഹൈ അസർ റഖ്തി ഹൈ പർ നഹി താഖത്തെ പർവാസ് മഗർ റഖ്തി ഹൈ എന്ന് ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്. ബാത് ജോ ദിൽ സെ നികൽത്തി ഹൈ അസർ റഖ്തി ഹൈ. ഏതൊരു വാക്കാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുന്നത് അതിന് ഫലമുണ്ടാകും. പർ നഹി, ചിറകില്ലെങ്കിലും താഖത്തെ പർവാസ് മഗർ റഖ്തി ഹൈ, അതിന് പറക്കാനുള്ള കഴിവുണ്ടായിരിക്കും എന്ന് പറഞ്ഞ പോലെ അൽ ഖുദ്വത്തുൽ ഹസന, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഏറ്റവും നല്ലൊരു വാപ്പയാകുന്നത് അത് വലിയൊരു ദഅവത്താണ്. ഒരു ഭാര്യയുടെ മുമ്പിൽ ഏറ്റവും നല്ല ഭർത്താവാകുന്നത് അതൊരു ദഅവത്താണ്. ഒരു ഭർത്താവിന്റെ മുമ്പിൽ നല്ലൊരു ഭാര്യയാവുന്നത് ഒരു ദഅവത്താണ്. സ്വന്തം അനുജന്മാരുടെ മുമ്പിൽ ജ്യേഷ്ഠൻ നല്ലവനായി ജീവിക്കുന്നത് അതൊരു ദഅവത്താണ്. ഓരോരുത്തരും മാതൃകയായി മാറും. അള്ളാഹു നമുക്ക് അങ്ങനെ നല്ല കുടുംബത്തിലെ ഓരോരുത്തരും മാതൃകാ പുരുഷന്മാരാകുന്ന ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റുന്നവരാക്കി തരയണമേ. മുത്തഖീങ്ങൾക്ക് ഇമാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ആളാക്കി തരയണമേ എന്ന് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അപ്പോ ഓരോരുത്തരും അവനവന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തുക. ഞാനൊരു നല്ല ഭർത്താവായിട്ടുണ്ടോ, ഞാനൊരു നല്ല ഭാര്യയായിട്ടുണ്ടോ, ഞാനൊരു നല്ല ജ്യേഷ്ഠനായിട്ടുണ്ടോ, ഞാനൊരു നല്ല വാപ്പയായിട്ടുണ്ടോ, ഞാനൊരു നല്ല വല്യപ്പയായിട്ടുണ്ടോ, ഞാനൊരു നല്ല വല്യമ്മയാണോ എന്നൊക്കെ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ ദഅവത്താണ്. നമ്മൾ പറയില്ല, എൻ്റെ ഉമ്മ ഒരു പച്ചപ്പാവായിരുന്നു, ചില അങ്ങനെ പറയും. വാപ്പച്ച് ദേശക്കാരനൊക്കെ ആണെങ്കിലും എൻ്റെ ഉമ്മ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഉമ്മാന്റെ സ്വഭാവമാണ്. അങ്ങനെ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്കന്നെ, എനിക്ക് എൻ്റെ ഉമ്മാന്റെ സ്വഭാവം കിട്ടിയത്, ഞാൻ നല്ല ക്ഷമിക്കുന്നുണ്ട്. അതൊരു വലിയ, ആ ഉമ്മാക്ക് എത്ര കൂലി കിട്ടും? ഇവൻ ക്ഷമിക്കുന്നതിൻ്റെയൊക്കെ കൂലി. ഒരു ഭർത്താവിന്റെ മുമ്പിൽ ഒരു നല്ല ഭാര്യയാവുന്നത്, ഒരു ഭാര്യയുടെ മുമ്പിൽ നല്ല ഭർത്താവുന്നത് ഈ മക്കൾക്ക് നല്ലത് പഠിക്കാൻ ആവശ്യമാണ്. ഉമ്മയും വാപ്പയെ എപ്പോഴും അടിപിടിയാണ്. വാപ്പ വിളിക്കുന്നത് മോശപ്പെട്ട വാക്കുകളെ കൊണ്ടാണ് ഉമ്മയെ വിളിക്കുന്നത്. കുട്ടി കാണുകയാണിത്. ഈ കുട്ടിയുടെ നാവിൽ സ്വാഭാവികമായും മോശപ്പെട്ട വാക്കുകൾ വരും. ഇപ്പൊ ചെറിയ മക്കളുടെ വായിൽ നിന്നൊക്കെ വരുന്ന വാക്ക് കേൾക്കണം. ഈ ഷോപ്പുകളിലും വക്കാലയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമത്. എന്താ ഡയലോഗുകൾ ചെറിയ മക്കളായി പറയുന്നത്. അത് അറബിയിലും ഇംഗ്ലീഷിലൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മലയാളി കുട്ടികൾ അങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. എന്ത് കബറത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, എന്തോ ഒരു വലിയ വാക്കാണ് റബ്ബേ, ഒരിക്കലും പറയാൻ പാടില്ല. എവിടുന്ന് അതൊക്കെ പഠിക്കണതവര്? സ്കൂളിൽ പോകുന്നതിന് മുമ്പായി പറയുന്നത്. മിഠായി വാങ്ങാനൊക്കെ വരുമ്പോഴേ സ്വന്തം പറയുന്ന ഉമ്മയും വാപ്പയും പറയണ വാക്കുകൾ അതാണ്. അപ്പൊ നമ്മുടെ വീടുകളിൽ സന്തോഷം ഉണ്ടാവണം. സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടുപേരും നന്നാവണം. അങ്ങനെയാണ്, അപ്പോഴവിടെ സന്തോഷം ഉണ്ടാവുള്ളൂ. ഇന്നലെ ഞങ്ങൾ അടിവാരത്ത് നിന്ന് വയനാട് പോയിരുന്നു. വയനാട് നിന്ന് അടിവാരത്ത് എത്തിയപ്പോൾ പക്ഷേ നമ്മൾ കൂടെ ഒരാൾക്കുള്ളൂ. ഇടയ്ക്കേ പറയുള്ളൂ, പറയണ നല്ല കട്ടിങ് നല്ല തമാശയായിരിക്കും. അപ്പം അങ്ങനെ രാത്രി 2 മണിക്ക് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അല്ല ഉസ്താദേ, കല്യാണം കഴിയണ അന്നേ പുതിയാപ്പിളക്ക് നല്ല ചിരിയാക്കാരം. പുതിയ കൊണ്ട് കല്യാണം കഴിഞ്ഞിറങ്ങുമ്പോൾ കരഞ്ഞിട്ടാക്കാരം ഇറങ്ങുക. ഇതിൻ്റെ പൊരുളെന്താ മനസ്സിലാക്കണോ വെച്ചിനോട്. ഇല്ല, പുതിയാപ്പിളക്ക് ഭയങ്കര ചിരിയും, പുതിയ എണ്ണ കരഞ്ഞിട്ടാണ്. ഇപ്പൊ കരയിലൊന്നും ഇല്ല ഉണ്ടല്ലേ. 4 കുറച്ച് ഗ്ലിസറിനൊക്കെ വെച്ചിട്ട് ഒന്ന് അഭിനയിച്ചിട്ട് ഇങ്ങനെ കരയില്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അതിന്റെ പൊരുളെന്ന് ചോദിച്ചു. നട്ട പാതിരാക്കായി കഥ പറയണത്. അപ്പൊ പറഞ്ഞു, അതെ, ഇത് പുതിയാപ്പിളിന്റെ അവസാനത്തെ ചിരിയും ഓൾ അവസാനത്തെ കരച്ചിലുമാണ്. സുബ്ഹാനല്ലാഹ്, വലിയ അർത്ഥമുള്ളൊരു വാക്കായി പോയി. ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഞാൻ അബുദാബിയിൽ നാളെ പറയും. സുബ്ഹാനല്ലാഹ്, ഓൾക്ക് ഇനി കരേണ്ട ആവശ്യമില്ല, ഇവന്റെ കരച്ചിൽ. സുബ്ഹാനല്ലാഹ്, 2 പേർക്കും ചിരിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുക. ഒരാൾ മാത്രം ചിരിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ സന്തോഷം ഉണ്ടാവില്ലല്ലോ. 2 പേർക്കും ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മക്കൾ നല്ലത് കണ്ടു പഠിക്കുകയാണ്. അപ്പൊ വീട്ടിൽ സന്തോഷം വിളയാടും. അതൊരു വലിയ ദഅവത്താണ്. ഒരാൾ നന്നാവുന്നത്, നന്നായി പെരുമാറുന്നത്, നല്ല സ്വഭാവം കാണിക്കുന്നത്, നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നത്,
ഇതൊക്കെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുമ്പോൾ നല്ല ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെടുന്ന ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള വാക്കുകളാണ് വിളിക്കേണ്ടത്, അവരിഷ്ടപ്പെടുന്ന വാക്കുകളാണ്. നബി തങ്ങൾ വിളിക്കും യാ ഹുമൈറ എന്ന് വിളിക്കും. അഹ്മർ എന്ന് പറഞ്ഞാൽ ചെമന്നവൾ എന്നാണ്. ഹുമൈറ എന്ന് പറഞ്ഞാൽ ചെമന്നവൻ എന്നാണ്. അഹ്മർ മാസ്കുലിനാണ്. ഹുമൈറ എന്നതിന്റെ മുഅന്നസാണ്, ഫെമിനിനാണ്. ഹുമൈറ ചെമന്നവളെ എന്നർത്ഥം. യാ ഹുമൈറ എന്ന് പറഞ്ഞാൽ വെളുത്തവളെ എന്നാണ് വാക്ക്. പക്ഷെ അറബിയിൽ ബൈളാ, അബിയൽ ബൈളാ, അബിയൽ ബൈളാ, അബിയൽ മാസ്കുലിനാണ്, പുരുഷന്. ബൈളാ എന്ന് പറഞ്ഞാൽ പെണ്ണിന് ബൈളാ. അത് പറയുമ്പോൾ വെളുത്തവളെ എന്ന് പറയാൻ ബൈളാ എന്ന് അറബിയിൽ പറയുമ്പോൾ അത് വെള്ളപ്പാണ്ടുള്ളവളാണോ എന്നൊരു അർത്ഥം വരുമെന്നാണ്. അതുകൊണ്ടാണ് അബിയൽ എന്ന് പ്രയോഗിക്കാത്തത്. ചെമന്നവളെ എന്ന് പറഞ്ഞാലും വെളുത്ത നിറമുള്ളവളെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ആയിഷ ബീവി വിളിക്കാർ അങ്ങനെയാണ്, യാ ഹുമൈറ, നല്ല സുന്ദരിയായവളെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതൊക്കെ പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള വലിയ മക്കളെ മുമ്പിൽ നിന്ന് വാപ്പ വിളിക്കാൻ നിൽക്കണ്ടേ, കാര്യബോധമൊക്കെ അല്ലേ. ഓ വാപ്പാന്റെ ഒരു ലവ് എന്ന് പറയും കുട്ടികൾ. അപ്പോ സാഹചര്യത്തിനനുസരിച്ച് നല്ല വാക്കുകൾ കൊണ്ട് വിളിക്കുക, നല്ല പദപ്രയോഗങ്ങൾ ഉണ്ടാവും. അവരിഷ്ടപ്പെടുന്നു ബിഹബ്ബിൽ അസ്മാ, ഏതൊരുത്തിനും അവരുടെ ഏറ്റവും നല്ല പേര് വിളിക്കാനാണ് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് അറബിയിലൊക്കെ കുഞ്ഞത്ത് എന്ന പ്രയോഗം വന്നത്. യാ അബാ ഫുലാൻ, ഒരാൾക്ക് കുട്ടി ജനിച്ചാൽ മൂത്ത കുട്ടി ആൺകുട്ടിയുടെ പേരുണ്ടെങ്കിൽ മൂത്ത ആൺകുട്ടി എന്തോ ആ മകനിലേക്ക് ചേർത്തിട്ടാ പറയാം. യാ അബാ സയ്യിദ്, യാ അബാ ഉസ്മാൻ, യാ അബാ ഉമർ, അങ്ങനെ പറയാം. അത് സ്നേഹം. അതുകൊണ്ടാണ് യാ അബാ ഹുറൈറ എന്നൊക്കെ നബി തങ്ങൾ വിളിക്കാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന വാക്കുകളാണ് ഓരോരുത്തരും. സുഹൃത്തുക്കളൊക്കെ അങ്ങനെ വിളിക്കാം. സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഏറ്റവും നല്ല നല്ല പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം. നമുക്ക് അങ്ങനെ ചില ആളുകൾ വളരെ ഇഷ്ടപ്പെടും. അൽഹംദുലില്ലാഹ്. അപ്പോ ഇബ്ദഅ ബി അഹ്ലിക്, നമ്മുടെ സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ദഅവത്ത് ചെയ്യാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അൽ ഖുദ്വത്തുൽ ഹസന, ഏറ്റവും നല്ല മാതൃകയാകുന്നത് ഏറ്റവും വലിയ ദഅവത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഖുദ്വത്തുൽ ഉദ്മ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയാ നബി തങ്ങൾ കാണിച്ചു തരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. فلعلك باخع نفسك على آثارهم. നബിയെ, അങ്ങയുടെ സത്യം ശ്രദ്ധിക്കാതെ പിന്തിരിഞ്ഞു നടക്കുന്ന ആളുകളെ, അവരുടെ പിന്നാലെ നടന്ന് അവൾക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങ് ഒരുപാട് കഷ്ടപ്പെടുന്നുവല്ലോ നബിയെ. ബാഖിഉൻ നഫ്സക, അങ്ങേക്കതിൽ തളർച്ചയും ക്ഷീണവും ബുദ്ധിമുട്ടും ജീവന് വരെ ഭീഷണിയും ഉണ്ടല്ലോ നബിയെ, എന്നിട്ടും അങ്ങത് ചെയ്യുന്നുവല്ലോ എന്ന് അല്ലാഹു നബിയെ പുകഴ്ത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ റഹ്മത്താണ് എന്ന് പറഞ്ഞതിന്റെ ആശയം ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ആരും നരകത്തിലേക്ക് പോകരുത്, ഇതാണ് നബി തങ്ങൾ ചിന്തിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുക. നമ്മളല്ലാത്തവരൊക്കെ എല്ലാവരും നരകത്തേക്ക് വരും, അങ്ങനെ തന്നെ പോട്ടെ, അവരൊക്കെ നന്നാവണമെന്നും നല്ലതറിയണമെന്നും അവർക്ക് സന്മാർഗം സിദ്ധിക്കണമെന്നും കൽബിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കണം. അതൊരു ദഅവത്താണ്. കൽബ് കൊണ്ടുള്ള പ്രാർത്ഥന മറ്റൊരു ദഅവത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനത്തെ ഒരു നല്ല കൽബ് അല്ലാഹു തആല തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.